ഒരു സെയിൽസ്മാന് 50 ലക്ഷത്തിന്റെയോ 1 കോടിയുടെയോ ഒക്കെ ഒരു പ്രോഡക്റ്റ് എങ്ങനെ വിൽക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ആ പ്രോഡക്റ്റിനെ പറ്റി ഒരു നോളജ് ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ കാര്യവും ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യവും അതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മുന്നിൽ വരുന്ന കസ്റ്റമേഴ്സ് പലതരത്തിലുള്ള ആളുകളാണ്, പല വേവ് ലെങ്തിലുള്ളതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഞാൻ ഇങ്ങനെ സംസാരിക്കൂ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് മാറാൻ സാധിക്കില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റണം. നമ്മുടെ മുന്നിലിരിക്കുന്ന കസ്റ്റമറിന്റെ ഒരു വേവ് ലെങ്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. ആ വേവ് ലെങ്തിലേക്ക് ഇറങ്ങി നമ്മൾ സംസാരിച്ചാൽ ഡെഫിനറ്റ്ലി അവരും നമ്മളുമായിട്ട് ജെല്ലാവും, ഒരു നല്ല ബോണ്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്താൽ നമുക്കൊരു നല്ല ട്രസ്റ്റ് അവരിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഒരു ഹൈ വാല്യൂ പ്രോഡക്റ്റ് വിൽക്കാനുള്ള ഒരു പ്രാഥമിക കാര്യമായി എന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ ഒരു കൺസിസ്റ്റന്റ് ആയ ഫോളോ അപ്പ് ഒരു സെയിൽസ് പേഴ്സൺ ആവശ്യമാണ്. അതൊരു സിസ്റ്റമാറ്റിക് ഫോളോ അപ്പ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഒരു കസ്റ്റമറിനെ കൊണ്ടുവരുന്നു എന്നാണ്. ഇപ്പോൾ നമ്മുടെ ആഫ്റ്റർ സെയിൽ സർവീസ്, ഒരു സാധനം വിറ്റ് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു എന്നല്ല, അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള റിക്വയർമെന്റ്സും നമ്മൾ ടേക്ക് കെയർ ചെയ്താൽ ഡെഫിനറ്റ്ലി അദ്ദേഹം നമ്മളെ റെഫർ ചെയ്യും. അങ്ങനെയും നമ്മൾക്ക് കൂടുതൽ ബിസിനസ് ചെയ്യാൻ സാധിക്കും.